എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഭവന പുനരുദ്ധാരണ പദ്ധതി, അതായത് 50,000 രൂപ വരെ സൗജന്യമായിട്ട് ലഭിക്കുന്ന പദ്ധതി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് അപേക്ഷ വയ്ക്കുവാനുള്ള അവസരം വന്നെത്തിയിരിക്കുകയാണ്. ക്രിസ്ത്യൻസ്, അതോടൊപ്പം തന്നെ മുസ്ലിംസ്, ജൈന, സിഖ്, പാർസി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്നവർക്കെല്ലാം തന്നെ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. നിലവിൽ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂലൈ മാസം 31-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടി അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ടും ഈ ഒരു വിവരം അറിയിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ ജില്ലകളിലും നിലവിൽ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കെല്ലാം തന്നെ 500,000 രൂപ വീതമാണ് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നത്. എല്ലാ വർഷവും സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതി കൂടിയാണ്. ഇവിടെ വീട് മെയിൻ്റനൻസിന് വേണ്ടിയുള്ള 50,000 രൂപയോളം ധനസഹായം അനുവദിക്കുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ധനസഹായം അനുവദിക്കുമെങ്കിലും BPL വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവർക്കും AY മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും മുൻഗണന നൽകുന്നുണ്ട്. സ്ത്രീ ഗുണഭോക്താക്കൾ ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്ത്രീ ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ BPL വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ APL വിഭാഗത്തിലായിക്കോട്ടെ, അവർ വിധവകൾ ആയിരിക്കണം, അല്ലെങ്കിൽ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയവരോ ഇല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരോ ഇങ്ങനെയുള്ളവർക്കാണ് ഇവിടെ ധനസഹായം വിതരണം ചെയ്യുന്നത്. ഇവരുടെ വീടിന് കൃത്യമായിട്ടുള്ള ജനലുകൾ ഇല്ലാത്തവ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അടച്ചുറപ്പില്ലാത്ത വാതിലുകളായിരിക്കും ചിലപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ മേൽക്കൂര ചോർന്നതാവും. ഇനി ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ, അതോടൊപ്പം തന്നെ സാനിറ്റേഷൻ വർക്കുകൾ, അതോടൊപ്പം തന്നെ മറ്റ് തറ മെയിൻ്റനൻസ് ചെയ്യാത്തത്, അങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് വീട് പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് ഉള്ള മെയിൻ്റനൻസ് തുക ലഭിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു സുരക്ഷിത പാർപ്പിടമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഈ 50,000 രൂപയുടെ ധനസഹായം പ്രധാനമായിട്ടും അത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ധനസഹായത്തിന് തീർച്ചയായിട്ടും അർഹതയുള്ളവർ 1200 സ്ക്വയർ ഫീറ്റിന് താഴെ വിസ്തീർണമുള്ള വീടായിരിക്കണം. ആ വീട്ടിലുള്ള അപേക്ഷകളായിരിക്കും പരിഗണിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നും ജോലി ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ വരുമാനമുള്ള മക്കൾ ഉണ്ടായിരിക്കുവാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ ഇതെല്ലാം തന്നെ അപേക്ഷകൾ കൃത്യമായിട്ടും പരിശോധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സർക്കാരിൽ നിന്ന് മറ്റ് പാർപ്പിട പദ്ധതികളിലൂടെയോ അല്ലെങ്കിൽ വീട് മെയിൻ്റനൻസുമായി ബന്ധപ്പെടുത്തി 10 വർഷത്തിനുള്ളിൽ മറ്റ് സഹായങ്ങളോ മറ്റ് സർക്കാരിൻ്റെ ധനസഹായ പദ്ധതികളിലൊന്നും അപ്രൂവ്മെൻ്റ് ആയിട്ടില്ല എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള സാക്ഷ്യപത്രങ്ങളും പഞ്ചായത്തിൽ നിന്നും തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയതുൾപ്പെടെ നമ്മൾ കൃത്യമായിട്ടും ഹാജരാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപേക്ഷാ ഫോം കൃത്യമായിട്ടും പൂരിപ്പിച്ച് ബന്ധപ്പെടുത്തിയുള്ള എല്ലാ രേഖകളും ഉള്ളടക്കം ചെയ്ത് നൽകേണ്ടതാണ്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അപ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിന് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് തരുന്നതാണ്. പൂരിപ്പിക്കുന്നതിന് മുമ്പ് അവരോട് തന്നെ എന്തൊക്കെ രേഖകളാണ് ഇതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് കൃത്യമായിട്ടും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം ഈ രേഖകൾക്ക് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മതിയെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ടും ഏകദേശം 30 ദിവസങ്ങളോളമാണ് ഇനി ബാക്കിയുള്ളത്. അതിനു മുമ്പ് തന്നെ അപേക്ഷകൾ നമ്മുടെ ജില്ലാ ഓഫീസുകളിൽ എത്തിച്ചേരേണ്ടതാണ്.
അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യേണ്ടതാണ്. ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായിട്ട് എല്ലാ രേഖകളും ഉള്ളടക്കം ചെയ്ത് സമർപ്പിക്കുന്ന അപേക്ഷകളായിരിക്കും പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുമായി ബന്ധപ്പെടുവാനുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ടും ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം നമുക്ക് മുൻഗണന ലഭിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള ആവശ്യമായിട്ടുള്ള രേഖകളും അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള അപേക്ഷകളൊക്കെ ആയിരിക്കും പരിഗണിക്കുന്നത്. എല്ലാ ജില്ലകളിലും അപേക്ഷ പരിഗണിക്കുന്നതാണ്. 50,000 രൂപ വീതം ലഭിക്കുകയും ചെയ്യുന്നതാണ്. സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അപേക്ഷകൾ എത്രയും വേഗം തന്നെ സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് അവരെയും കൂടെ അറിയിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.